ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ ഒരു വോൾ ഹാങ്ങിങ് ചെയ്തെടുക്കാം. അങ്ങനെ ക്രിസ്മസ് ഡെക്കറൊക്കെ ഞാൻ ഒന്ന് ചെറുതായിട്ട് മാറ്റി വെച്ചു. ആ പ്ലാനിങ് ഞാൻ 2 ക്രാഫ്റ്റോട് കൂടി അതങ്ങോട്ട് സൈഡ് മാറ്റി വെച്ചു. ഇന്ന് വന്നിട്ടുള്ളത് ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സ്പ്രിങ് വൈബുള്ള ഒരു വോൾ ഹാങ്ങിങ് ആയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി വാണ്ട് മഞ്ഞ കളർ പേപ്പർ. അതിങ്ങനെ മടക്കി ഈ ഒരു രീതിക്കായിട്ട് എടുക്കുക. ആദ്യം വേണ്ടത് 2 9 സെൻറ്റിമീറ്ററിലുള്ള കളർ പേപ്പറാണ്. എന്നിട്ട് 8 സെൻറ്റിമീറ്ററിലുള്ള പിന്നൊരു പേപ്പറും അങ്ങനെ മടക്കി ഇങ്ങനെയൊരു ഷേപ്പിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, 2 നമുക്ക് 9 സെൻറ്റിമീറ്ററിൽ വേണ്ടത്, പിന്നെ ഒരെണ്ണം 8 സെൻറ്റിമീറ്ററിലും. അങ്ങനെ അത് രണ്ടും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒട്ടിച്ചെടുത്താൽ നമുക്കൊരു ഈസി ആയിട്ടുള്ളൊരു ഫ്ലവർ കിട്ടി ഗൈസ്. എത്ര പെട്ടെന്നാണ് നമുക്കൊന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടത്ര ഫ്ലവേഴ്സ് ഇങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ കുറച്ചധികം ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് കുറേ കളർ പേപ്പർ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ വെറുതെ കളയാൻ പറ്റും. ചെറിയ കുറേ കട്ട് പീസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് പൊടി തട്ടി എടുക്കണ്ടേ. അങ്ങനെ ഈ ഫ്ലവറിൻ്റെ നടുവിലുള്ളൊരു ബ്ലാക്ക് കളർ സാധനമില്ലേ, അതുണ്ടാക്കാനായിട്ട് ബ്ലാക്ക് കളർ പേപ്പർ ഇങ്ങനെ മടക്കി കട്ട് ചെയ്തെടുക്കുക. ഇത് 1 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. അങ്ങനെ അതിങ്ങനെ ഇങ്ങനെ കട്ട് പോലെ ഫുള്ള് കട്ട് ചെയ്തെടുക്കേണ്ട, കട്ട് പോലെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിനെ നിവർത്തിയാൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും. എന്നിട്ട് അതിനെയും പിന്നെയും മടക്കി ചുരുട്ടിയെടുക്കണം. ഇത് ഫുള്ള് കട്ടിങ്ങും മടക്കലും ചുരുട്ടലുമാണ് ഈ ഒരു ക്രാഫ്റ്റിൻ്റെ മെയിൻ ഐറ്റം. അങ്ങനെ അതും ഇങ്ങനെ ഗ്ലൂ ചെയ്തിട്ടതിന് ശേഷം മടക്കി എടുക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനുള്ള ഒരു ഈസി ആൻഡ് സിമ്പിൾ നല്ലൊരു അടിപൊളി ക്രാഫ്റ്റൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ചെയ്യാം. ഈ സിമ്പിളാണെന്നും പറയില്ല, എന്നാലും നമുക്ക് ഈ ഫോൺ നോക്കുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു മണിക്കൂറുണ്ടെങ്കിൽ ഇത് പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാം. നമ്മൾ വോളിൽ ഇങ്ങനെ തൂക്കിയിടാൻ നല്ലൊരു അടിപൊളിയായിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ പറഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബ്ലാക്ക് കളറൊക്കെ യെല്ലോ ഫ്ലവറിൻ്റെ നടുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കഴിഞ്ഞ് നമ്മൾ ക്രാഫ്റ്റിലൊക്കെ യൂസ് ചെയ്ത ഒരു ബുക്കിൻ്റെ ബൈൻഡാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് അതൊരു നിങ്ങൾക്ക് വേണ്ട ഷേപ്പിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ മൂണിൻ്റെ ഷേപ്പിലാണ് ഉദ്ദേശിച്ചത്, എന്തെയോ ആയിട്ട് വന്നു. ഇതാണ് ഫൈനൽ ലുക്ക്. നേരത്തെ ചെയ്തൊരു ക്യൂട്ട് വാൾ ഹാങ്ങിൻ്റെ അടുത്ത് തന്നെയാണ് ഇതും സ്റ്റിക്ക് ചെയ്തൊട്ടിച്ചിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ കാണാത്തവർ അതും കണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ സിമ്പിൾ ഈസി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ കൂടെ ബൈ.